നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റംസാൻ കാലഘട്ടമായതോടെ കർശനമായ നിർദ്ദേശങ്ങളുമായാണ് UAE രംഗത്തെത്തുന്നത്. റംസാൻ മാസത്തോടനുബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ചില നിബന്ധനകളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. അതിൽ പ്രധാനം പണപ്പിരിവ് തന്നെയാണ്. അനധികൃതമായുള്ള പണപ്പിരിവ് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ UAEയിൽ നിന്ന് പുറത്തുവരുന്നത്. റംസാൻ എന്നത് ദാനകർമ്മങ്ങളുടെ കാലമാണ് എന്ന് വലിയൊരു വിഭാഗത്തിന്റെ വിശ്വാസം നിലനിൽക്കെ ഈ കാര്യങ്ങളൊക്കെ മുതലെടുത്ത് പലരും പണം പിടിക്കാൻ സാധ്യതയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന ദാനം ചെയ്യൽ അഭ്യർത്ഥിക്കുന്ന നിരവധി പരസ്യങ്ങളും ക്യാമ്പയിനുകളും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായി റംസാൻ കാലത്ത് ലൈസൻസ് ഇല്ലാത്തതും വിശ്വാസയോഗ്യമല്ലാത്തതുമായിട്ടുള്ള പ്രചാരണങ്ങൾ ശ്രദ്ധിക്കണമെന്നതാണ് അധികൃതരുടെ കർശന മുന്നറിയിപ്പ്. വിശ്വാസമുള്ളതും സർക്കാർ സ്ഥാപനങ്ങളിലൂടെയും മാത്രം തന്നെ ദാനം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. UAE നിയമപ്രകാരം പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് റൈസിംഗിലൂടെ പണം ശേഖരിക്കുന്നതിന് വ്യക്തികൾക്ക് വിലക്കുണ്ട് എന്ന് UAE അറിയിക്കുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 1,50,000 ദിർഹം മുതൽ 3 ലക്ഷത്തിൽ ദിർഹം വരെയാണ് പിഴയായി നൽകുന്നത്. ഇത്തരത്തിൽ ശേഖരിച്ച പണവും കോടതി പിടിച്ചെടുത്തേക്കും. അതേസമയം കുടുംബാംഗങ്ങളെയോ ബന്ധുക്കളെയോ ദരിദ്രരെയോ സഹായിക്കുന്നതിനായുള്ള ഡൊണേഷനുകൾ ശേഖരിക്കണമെന്ന് സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ പണം ശേഖരിക്കുന്നത് അനുവദനീയമായ പരിധിയിലുള്ളിൽ തന്നെയായിരിക്കണമെന്നതാണ് നിർദ്ദേശം. ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ പണം ശേഖരിക്കുന്ന നിലയിൽ എത്താനും പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഭിക്ഷാടനത്തിനും കർശന വിലക്ക് തന്നെയാണ് UAE ഏർപ്പെടുത്തിയിരിക്കുന്നത്. റംസാൻ കാലത്ത് UAEയിൽ ഭിക്ഷാടനം നടത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 5,000 ദിർഹം പിഴയും 3 മാസത്തെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നാണ് സൂചന. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഭിക്ഷാടകരെ എത്തിക്കുന്നവർക്ക് 1 ലക്ഷത്തിലധികം ദിർഹം പിഴ, 6 മാസം തടവ് എന്നിവയും നൽകും. അതുപോലെ തന്നെ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിബന്ധനകളും UAE കൈക്കൊണ്ടിട്ടുണ്ട്. ലൈസൻസ് നേടാതെ വോളണ്ടിയറിംഗ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കർശന വിലക്കാണ് UAE ഏർപ്പെടുത്തിയിരിക്കുന്നത്. വോളണ്ടിയറിംഗ് പ്രവർത്തനത്തിനിടെ ലഭിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടാൽ 30,000 ദിർഹം വരെ പിഴ നൽകേണ്ടി വരുമെന്ന് അറിയിക്കുന്നു. വോളണ്ടിയറിംഗുമായി ബന്ധപ്പെട്ട് അനുവദനീയമല്ലാത്ത ഫണ്ട് റൈസിംഗ് നടത്തുന്നവർക്ക് 50,000-ലധികം ദിർഹമാണ് പിഴ. പള്ളികൾക്ക് സമീപത്തായി അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കർശന വിലക്കും UAE ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ സമയങ്ങളിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതിന് ഇരുചക്ര വാഹനങ്ങൾക്ക് 500 ദിർഹമാണ് പിഴ ഈടാക്കുക. അതേസമയം പുണ്യമാസത്തിൽ പ്രത്യേക നിയമങ്ങൾ പ്രവാസികളടക്കം പാലിക്കേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പുണ്യമാസത്തിനായുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോവ്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹിജ്റ കലണ്ടർ പ്രകാരം ഈ വർഷം മാർച്ച് 1-നായിരിക്കും റംസാൻ ആരംഭിക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ എന്തായാലും ഈ ഒരു കാത്തിരിപ്പിന്റെ സാഹചര്യത്തിലാണ് പുതിയ കർശന നിർദ്ദേശങ്ങളൊക്കെ UAE പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായി പാലിക്കുക, ഇല്ലെങ്കിൽ കർശനമായിട്ടുള്ള പിഴ തന്നെ അടയ്ക്കേണ്ടി വരും എന്ന് തന്നെയാണ് അധികൃതരുടെ സൂചന.